എന്താണ് പരിപാടി? ബാത്റൂമില് ഭക്ഷണം വേണ്ടാന്ന് വിചാരിച്ച് ബാത്റൂം വേണ്ടാന്ന് നോക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കനകങ്ങള് സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്തതേ ക്ലീറ്റസ് അങ്കിളാണ്. ഈ സസ്പെൻഷൻ മേടിക്കാൻ കിട്ടുന്ന സാധനം എവിടെ കിട്ടും? സൂപ്പർ മാർക്കറ്റിൽ കാണും. തമാശ കളിക്കലട്ടെ, അതല്ല ഉദ്ദേശിച്ചത്. പണി കൊടുത്തത് ക്ലീറ്റസ് അങ്കിൾ പണി കൊടുത്തതാണ് ഈ സസ്പെൻഷൻ മേടിച്ചു കൊടുത്തതെന്ന്. 99% സാധ്യത കൂടുതലാണ്. കാര്യം ക്ലീറ്റസ് മച്ചമ്പിക്ക് സ്വന്തമായിട്ട് സസ്പെൻഷൻ നേടിയെടുത്ത ആളാണ്. അതെങ്ങനെ? 3-4 കൊല്ലം മുമ്പ് അണ്ടിയാപ്പീസിന്റെ ഓണപ്പണ്ട് പിരിവ് നടത്തിയതിനകത്തുനിന്ന് ഒരു തിരിമറി. അങ്ങനെ പാർട്ടി 4 മാസം സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ സാധ്യത ഉണ്ട്. ഇത് അതുപോലെ അല്ലല്ല, ഞാൻ ചോദിച്ച പണി കൊടുത്താണ് മനഃപൂർവ്വം. കാര്യം ഞങ്ങൾ കൊടങ്ങാവള ഫാമിലിയുടെ രക്തം എന്ന് പറയുന്നത് പാമ്പിന്റെ രക്തമാണ്. അവിടെയുള്ള എല്ലാവരും പാമ്പാണ് എന്നല്ല, പാമ്പിന്റെ കൂട്ട് പക കാത്തു സൂക്ഷിക്കുന്ന രക്തം ഞങ്ങളുടെ കൊടങ്ങാവള ഫാമിലിയുടെ ഓരോ ഞരമ്പിലൂടെ ഓടുന്നത്. ഞങ്ങൾക്കിട്ട് പണിഞ്ഞ കൃത്യമായിട്ട് ഞങ്ങൾ തിരിച്ചു കൊത്തും. ചുമ്മാ പറയണല്ലേ, പാമ്പിനെ നോവിച്ചിട്ട് കഴിഞ്ഞാൽ തിരിച്ചൊന്ന് കൊത്തും. ഞാൻ ഇന്നേരം കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒന്നും ചെയ്യണത്. പാമ്പ് തിരിച്ചൊന്നും കൊത്തത്തില്ലായിരിക്കും, പക്ഷെ കൊടങ്ങാവളവരെയുള്ളവർ പണിഞ്ഞ് അവർ തിരിച്ചൊന്ന് കൊത്തും. പണ്ട് ഞങ്ങളുടെ ക്ലീറ്റസ് മച്ചമ്പിക്കടക്ക് അപ്പൻ്റെ അപ്പൻ അയ്പെന്ന് പറയും. അയ്പ് മാപ്പിള എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കര കൊടങ്ങാവള എല്ലാവരും പറയും, ഭയങ്കര ഫേമസാ. അയ്പ് മാപ്പിളയുടെ അപ്പിപ്പക എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുഴുവൻ പാട്ടില്ലേ അപ്പിപ്പകയെ? അതായത് അയ്പ് മാപ്പിളയുടെ വസ്തു ഇങ്ങനെ നടക്കും. ഇതിനോട് ചേർന്നാണ് ദേവസി നാടാരുടെ പറമ്പ്, തെങ്ങുംപറമ്പ്. അയ്പ് മാപ്പിളയുടെ കുടുംബത്തിലെ കൊച്ചുപിള്ളാർ പോയി ദേവസി നാടാരുടെ പറമ്പി അപ്പിട്ടു. ഇതിനെ ചൊല്ലി വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചീത്തവിളി. ഈ ദേവസി നാടാൻ എന്ത് ഒരു കല്ലെടുത്ത് അയ്പ് മാപ്പിളയെ ഉന്നേക്ക് ഒറ്റയേറി. മാപ്പിള ആരാ മോൻ? പഴയ കളരിയാ. കൈവീശി കറക്കി ഒറ്റ ബ്ലോക്ക്. വന്ന കല്ല് തിരിച്ച് അതേപോലെ പോയി അയാളുടെ മൂട്ടിക്കൊണ്ടെന്നാ പറഞ്ഞു. 1 മാസം വരെ അയാൾ കിടപ്പായിരുന്നു. പിന്നെ അതേപോലെ പ്ലാത്താങ്കര പള്ളിയിൽ അഞ്ഞലുമില്ല. അത്ര കഥയൊക്കെ അത്ര മതി. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന കനകമച്ചമ്പിയുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ മാത്രമുള്ള ഒരു ഹോൾഡ് എനിക്കിപ്പോ ഇല്ല. വർഷത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണേ നോക്കാം. അതല്ല സസ്പെൻഷൻ ഇതാക്കണം, അതൊന്നല്ല. എൻ്റെ പെയർ ഓഫ് ഷൂസ് അവിടെ കിടപ്പുണ്ട്, ഒന്ന് എടുത്തു തരാമോ? അയ്യോ, ആ ഷൂ ഇന്നലെ വേസ്റ്റ് വാരിയിട്ട് കത്തിച്ചത് പെട്ടോ? ഇല്ല, പെട്ടില്ല, അവിടെ കിടപ്പുണ്ട്. കത്തിച്ച എന്ത് വേണം? അല്ല, ഒന്ന് എടുത്തു തരാമോ പ്ലീസ്? എടുത്തു തരാം. ഒരു വാരം ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു വാരം അങ്ങോട്ടും ചെയ്യണമല്ലോ. വൈകിട്ട് തട്ടുദോശം ചമ്മന്തി ഓംലെറ്റ് അടിച്ചാലോ? ശരി, ഞാൻ മേടിച്ചുതരാം. ഷൂ സേഫ് ആയിട്ട് എടുത്തോളാം. അങ്ങനെയാണെങ്കിൽ തരാം. ഓക്കെ, ശരി. കണ്ടോ ആ പഴയ രക്തം, പാമ്പിന്റെ രക്തമല്ല, മോതിരം വെച്ച് ഇടിച്ച് കയറ്റി വന്നു രക്തം. നെറ്റി കയറി.